ഇന്ന് ഞാനിവിടെ കുറച്ച് ഷുഗർ ഫ്രീ ബിസ്ക്കറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതൊന്ന് വെറൈറ്റി രീതിയിൽ ഒന്ന് കഴിച്ചു നോക്കാമെന്ന് കണ്ട് അപ്പം ഞാൻ കഴിക്കുന്ന രീതിയാണ്. അപ്പം നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് കണ്ടിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. ഞാനിവിടെ ഷുഗർ ഫ്രീ ബിസ്ക്കറ്റാണ് എല്ലാം എടുത്തിരിക്കുന്നത്. ഒരെണ്ണം നല്ല മധുരമുള്ള ബിസ്ക്കറ്റ് തന്നെയാണ്, പക്ഷേ നല്ല ഫൈബർ കണ്ടൻറ്റുള്ള ബിസ്ക്കറ്റുകളാണ് ഞാനിവിടെ നിന്ന് എടുത്തിരിക്കുന്നത്. അപ്പം ഷുഗറുള്ള പേഷ്യൻസിനൊക്കെ കഴിക്കാൻ പറ്റും. അതുപോലെ കുട്ടികൾ ഷുഗർ ഫ്രീ ബിസ്ക്കറ്റ് ഒട്ടും കഴിക്കത്തില്ല, പക്ഷേ അവർക്ക് ഇങ്ങനെ തയ്യാറാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും അവർ കഴിക്കും. നല്ല ഫൈബർ അടങ്ങിയ ബിസ്ക്കറ്റുകളായതുകൊണ്ട് തീർച്ചയായിട്ടും ഇതുപോലെ നിങ്ങൾക്ക് തയ്യാറാക്കി കൊടുക്കാം. ഞാനിവിടെ 3 ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്, 3 ടൈപ്പിലെ. 2 ഷുഗർ ഫ്രീ എന്ന് എഴുതിയിട്ടുണ്ട്, ഷുഗർ ഫ്രീ ബിസ്ക്കറ്റ്. പിന്നെ ഒരെണ്ണം നമ്മളുടെ ന്യൂട്രി ചോയ്സിൻ്റെ മാരിഗോൾഡ് പോലത്തെ ബിസ്ക്കറ്റാണ്, പക്ഷേ അതിനകത്ത് മധുരമുണ്ട്. അതൊക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടായിരിക്കും. അതും നല്ല ടേസ്റ്റാണ്. ഫൈബർ കണ്ടൻറ്റ് ഇഷ്ടം പോലെ ഫൈബർ ഉള്ളത് കൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാം, കുട്ടികൾക്കും കൊടുക്കാം. ഷുഗറുള്ളവർക്ക് തീർച്ചയായിട്ടും കഴിക്കാം. ഷുഗറുള്ളവർക്ക് കുറച്ച് വെറൈറ്റി രീതിയിൽ എങ്ങനെ കഴിക്കാമെന്ന കൂടിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കുക. പിന്നെ ഇതുപോലൊക്കെ ഒന്ന് തയ്യാറാക്കി കഴിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് അറിയിക്കുക. ഷുഗറുള്ള പേഷ്യൻസിന് തീർച്ചയായിട്ടും ഇതുപോലെ തയ്യാറാക്കി കൊടുക്കാം. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ചേരുവകളൊക്കെ ചേർത്ത് നമുക്ക് തയ്യാറാക്കാം. ഷുഗർ ഇല്ലാത്ത ഏത് ചേരുവകളും നമുക്ക് ചേർത്ത് നമുക്കിതുപോലെ കഴിക്കാൻ പറ്റും. അപ്പം ഞാൻ ഇവിടെ 2 ബിസ്ക്കറ്റും ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ചെറിയ ന്യൂട്രി ചോയ്സിൻ്റെ ബിസ്ക്കറ്റ് അതിന് യാതൊരു ടേസ്റ്റും ഇല്ല, മധുരവും ഇല്ല, പുളിയില്ല, ഒന്നും ഇല്ലാത്തൊരു ഒരു ടേസ്റ്റ് എന്ന് പറയാനില്ല. അതിന് ക്രിസ്പിയാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ബിസ്ക്കറ്റ് ഇതിനകത്ത് കുറച്ച് മസാലയൊക്കെ അവർ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അയമോദകം അജ്വൈനൊക്കെ ചേർത്ത്, അതുകൊണ്ട് അത് കഴിക്കാൻ ചെറിയൊരു ടേസ്റ്റൊക്കെ ഉണ്ട്. പക്ഷേ ഈ ന്യൂട്രി ചോയ്സിൻ്റെ ഈ ചെറിയ ബിസ്ക്കറ്റ് ഇത് ഒട്ടും മധുരമില്ലാത്തത്, ഒരു ടേസ്റ്റും ഇല്ലാത്ത ബിസ്ക്കറ്റാണ്. പക്ഷേ ഞാൻ ഈ കാണിക്കുന്നത് പോലെ നിങ്ങൾ തയ്യാറാക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് മാത്രമേ കഴിക്കത്തുള്ളൂ, ഈ ബിസ്ക്കറ്റ് മാത്രം. അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കൂടി ഞാൻ കാണിക്കാം. ഞാൻ ബിസ്ക്കറ്റൊക്കെ ഒന്ന് പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് മസാല ഒന്ന് തയ്യാറാക്കണം. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രം നമ്മൾ തയ്യാറാക്കുന്നതാണ്, അല്ലാതെ വേറെ ഒന്നും വേണ്ട. ഞാനിവിടെ കുറച്ച് സവാള ഉള്ളി ചെറുതായി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാള ഉള്ളി തന്നെ എടുക്കുക, ചെറിയ ഉള്ളിയെക്കാട്ടിൽ നല്ലത് സവാള ഉള്ളി തന്നെയാണ്. അതിലേക്ക് പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ് ഞാൻ എടുത്തത്. എനിക്ക് എരിവ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ നല്ല എരിവുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്, ചെറുതായി അരിഞ്ഞ്. അതിലേക്ക് അല്പം മല്ലിയില കൂടി ചേർത്തു, പിന്നെ നാരങ്ങ നീര് കൂടി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് കാക്കടി ചേർക്കാം, അതുപോലെ തക്കാളിക്ക ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ മാങ്ങ, പച്ച മാങ്ങ ഇഷ്ടമാണെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എന്ത് ഇഷ്ടമാണോ അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളിക്ക ചേർത്താൽ ഒന്നുകൂടി ടേസ്റ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. തക്കാളിക്ക ഞാൻ ചേർത്തില്ല, അതും ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമാങ്ങ ചെറുതായി അരിഞ്ഞ് അത് ചേർത്ത് കൊടുക്കാം, കാക്കടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഷുഗർ പേഷ്യൻറ്റിന് കഴിക്കാവുന്ന ഏത് സാധനങ്ങളും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇത് ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ ബ്ലാക്ക് സോൾട്ടും അല്പം ചേർത്ത് കൊടുക്കാം, അത് നല്ല ടേസ്റ്റാണ്. പിന്നെ ആംചൂർ പൗഡർ വേണമെങ്കിൽ, പുളി വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, മാംഗോ പൗഡർ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് സെവായി എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ഇവിടെയൊക്കെ ഇവർ പാനിപ്പൂരിയൊക്കെ ഉണ്ടാക്കുമ്പം അതിൽ ചേർക്കുന്ന ഒരു മിക്സർ പോലത്തെ സാധനം, തീരെ കനം കുറഞ്ഞിട്ട ഒരു സാധനം. ഇത് നാട്ടിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത്. നാട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വാങ്ങിച്ചു വെക്കുക. ഇതുപോലൊക്കെ കഴിക്കാൻ നേരത്ത് നമുക്കത് കൂടി ചേർത്ത് കഴിക്കാൻ പറ്റും. അപ്പം ഞാൻ അതുകൂടി ചേർത്ത് ബിസ്ക്കറ്റ് തയ്യാറാക്കി എടുത്തു. ഇനി ഇത് ഇങ്ങനെ നമുക്ക് തയ്യാറാക്കാം. ബിസ്ക്കറ്റ് ഞാനിതുപോലെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്, എന്ന് വെച്ചാൽ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് ഇട്ടിട്ടുണ്ട് ഒരു ബൗളിലേക്ക്. അപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് തയ്യാറാക്കി കഴിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ തീർച്ചയായിട്ടും. ഇത് ഞാൻ എൻ്റെ ഐഡിയ കൂടി ചെയ്യുന്നതാണ്, ഞാൻ ഇങ്ങ് കണ്ടിട്ട് ചെയ്തതല്ല. ഇത് ഞാൻ എൻ്റെ ഐഡിയ കൂടി ഒന്ന് നോക്കിയതാണ്. കാരണം നല്ല ടേസ്റ്റാണ് ഞാൻ കഴിച്ച് നോക്കിയിട്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചേരുവകൾ ചേർത്ത് കൊടുത്ത് കഴിക്കുക. ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോയുമായി, ഇവിടുത്തെ വിശേഷങ്ങളും കുക്കിംഗ് വീഡിയോയൊക്കെയുമായിട്ട് അതുപോലെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പം ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കണം. ഇത് എൻ്റെ ഐഡിയ മാത്രമാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും അറിയിക്കുക. ഓക്കേ.